മാം ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. കുറച്ച് പാച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും വന്നിരിക്കുന്നത്. കുറേ നല്ല കേരള സാരികളൊക്കെ റോഡിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ച് വരുന്നത് മുഴുവൻ ഈ റോഡിൽ നിന്നാണോ, കേരളത്തിൽ നിന്നൊന്നുമല്ല. നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത വിലക്കുറവിലാണ്. 150 രൂപയ്ക്കൊക്കെ എന്തൊരു സൂപ്പർ സാരികളാണെന്നറിയാമോ. കേരളത്തില് ഉത്രാട ആയിക്കോട്ടെ, ഉത്രാട പാച്ചിലാണ് ശരിക്കും ജനം. ഇവർ തിരിച്ചു പോയി എന്ത് ചെയ്യും? ഓണം ആഘോഷിക്കാനുള്ള പൂക്കൾ മുതൽ നമ്മളുടെ ഡ്രസ്സുകൾ വരെ എല്ലാം വരുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്. 150 രൂപയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്ത് രസമുള്ള സാരി, ബ്ലൗസ്. ഞാൻ കഴിഞ്ഞ വർഷം വിചാരിതമായിട്ട് തൃപ്പൂണിത്തുറയിൽ പോയിരുന്നു. അപ്പൊ ഈ പറയുന്ന കണക്കാണ്, വളരെ വിലക്കുറവില് സാധനങ്ങൾ കിട്ടുക. ഞാൻ ആദ്യമായിട്ടാണ് ഓണ സമയത്ത് ഇവിടെ തൃപ്പൂണിത്തുറ പോകുന്നത്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഉത്രാട പാച്ചിലില് ജനങ്ങൾ പാച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സപ്ലൈകോടെ ഒരു വാർത്ത കണ്ടു. നമുക്കിനി കാര്യത്തിലേക്ക് വരാം. സപ്ലൈകോടെ ഒരു വാർത്ത കണ്ടു. അത് വേണമല്ലോ, നമുക്ക് ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ട് ഓണസദ്യ ഉണ്ണാൻ പറ്റില്ല. അപ്പൊ 319 കോടിയുടെ വിറ്റുവരവ് ഇത്തവണ എന്ന് 500 കോടിയിൽ പരം അതിന് മുകളിലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് ഓണത്തിന്റെ കണ്ടപ്പോഴേ ഞാൻ പെട്ടെന്ന് ക്രിസ്മസിന്റെ ഒരു വിറ്റുവരവ് ഉണ്ടല്ലോ, ഒരു ആകാശം പോയിരുന്നു കേട്ടോ. കഴിഞ്ഞത്തെ ക്രിസ്മസ് ചന്ത എൻ്റെ ഡിവിഷനിലുള്ള എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. ആ മോള് പറയും, സോറി. അപ്പൊ ഞാൻ അത് നോക്കിയപ്പോ 2023 19 കോടി കാണിക്കുന്നുണ്ട്. 2024 ഞാനൊന്ന് തിരഞ്ഞു നോക്കി. അപ്പൊ ഗൂഗിള് പറയുന്നത് 2024 ക്രിസ്മസ് കാലയളവിലെ സപ്ലൈകോയുടെ വിറ്റുവരവ് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. ഞാൻ പറയാം കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നു. ഇപ്പോൾ ഇനോഗ്രേഷൻ ആയതിന് കുറേ പേര് അവിടുത്തെ സ്റ്റാഫ് അല്ലാത്തവരൊക്കെ ഉണ്ട്. ഒന്നുമില്ല, സ്റ്റോക്ക് ഇതിൽ ഒന്നുമില്ല. ആകപ്പാടെ അവിടെ സബ്സിഡി റേറ്റിൽ വച്ചിരിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഷാംപൂ, സോപ്പ് വേണ്ടേ കൈ കഴുകാനായിട്ട്, അമ്പലത്തിൽ പോണതിന് കുളിക്കണ്ടേ, അപ്പം അതിനുള്ള ഷാംപൂ, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ, പേസ്റ്റ്, ബ്രഷൊക്കെ. ബാക്കി എല്ലാ സാധനങ്ങളും വരും എന്ന് പറയുന്നല്ലാണ്ട് കുറച്ച് 10 15 1 കിലോൻ്റെ പാക്കറ്റുകൾ വച്ചിരിക്കുന്നു എന്നല്ലാണ്ട് അവിടെ ഒന്നുമില്ല. അതുകൊണ്ടായിരിക്കും അതിൻ്റെ എത്ര വിറ്റ് വരവെന്നുള്ളത് 21 22 കാണിക്കുന്നുണ്ട്, 19 കോടി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റിലും ക്രിസ്മസ് ചന്ത എന്ന് പറഞ്ഞ് നടത്തിയ സ്ഥലങ്ങളിൽ സാധനങ്ങളുടെ ദൗർലഭ്യം വളരെ ഏറെ ഉണ്ടായിരുന്നു. കൊണ്ടുവരും പറയുന്നല്ലാണ്ട് ജനങ്ങൾ വന്ന് നോക്കിയിട്ട് പോകാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇത്തവണ 500 രൂപയ്ക്ക് മേലെ വിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് മന്ത്രി പറയുന്നു 390 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കും. എന്നാൽ പിന്നെ അത് എല്ലാ തവണയും കൊടുത്തൂടെ? 120ഓളം രൂപ ഡിസ്കൗണ്ടിൽ കൊടുക്കാമെങ്കിൽ ആ 120 രൂപ ഹൈഡപ്പ് റേറ്റ് അല്ലേ, അതൊരു 400 ആക്കിയിട്ട് കൊടുത്തൂടെ? അപ്പോൾ അത് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതും ഒരിക്കലും ജനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തതുമായ ഏറ്റവും ആവശ്യമുള്ളത് വെളിച്ചെണ്ണ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. അതിന് ഏറ്റവും കൂടുതൽ വില. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത നമ്മളുടെ ഒരു നല്ല ദിവസത്തിനെ സ്പോയിൽ ചെയ്യുന്ന മദ്യത്തിന് അതിനെക്കാട്ടിലും കൂടുതൽ ഇനിയിപ്പോൾ വരും, മറ്റന്നാൾ വരും മദ്യശാലയിലെ വിറ്റ് കണക്ക്. നമുക്ക് ഇന്ന് ഉത്രാടപ്പാച്ചില്ല, നാളെ അതിലെ ബെവറേജ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഉത്രാടപ്പാച്ചില് പുരുഷന്മാരെല്ലാം സ്ത്രീകളെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇത് മേടിച്ചോടി എന്നൊക്കെ പറഞ്ഞ് 100 200 ഒക്കെ കൊടുത്തിട്ട് ഇദ്ദേഹം 2000 രൂപയൊക്കെ പോക്കറ്റിലിട്ട് ബെവറേജസിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുമായിരിക്കും. കുറച്ച് ദിവസത്തേക്കുള്ളത് വേണമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ യഥാർത്ഥ വിറ്റ്. ഇത് സപ്ലൈകോയിലൊന്നുമില്ല. 500 കോടി രൂപ ടാർഗറ്റ് ആണെങ്കിൽ ബെവറേജസ് വരാൻ പോകുന്നതല്ല 1000 കോടി. വെച്ചപ്പോൾ നല്ലോണം വില വർദ്ധിപ്പിക്കുകയും ചെയ്തല്ലോ. ഇപ്പോൾ ഉത്രാടപ്പാച്ചിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് കിറ്റുകളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ആ ചേട്ടൻ നല്ല ഒരു 7.5 കിലോ വരുന്ന ഒരു പാക്കറ്റിന് 400 രൂപയായുള്ളൂ. അതായത് എല്ലാം നമ്മുടെ അവിയലിന് ആവശ്യമായ കാര്യങ്ങൾ, സാമ്പാറിന് ആവശ്യമായ കാര്യങ്ങൾ, സാധാരണ ക്യാബേജ് അല്ല, അപ്പോൾ ഒരു ഫുൾ ക്യാബേജ്, ചേന, ഈവൻ നമ്മുടെ മുരിങ്ങാക്കോല് വരെ, പടവലങ്ങ, വെണ്ടയ്ക്ക എല്ലാം വെച്ച് ഇത്രയുള്ളൊരു കെട്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല. 7.5 കിലോ ഉണ്ട്, അതിന് 400 രൂപ വിലയായിട്ടുള്ളൂ. അപ്പം പച്ചക്കറി മാർക്കറ്റിൽ ഹോൾസെയിലിൽ പോവുകയാണെങ്കിൽ വില കുറവുണ്ട് എന്നും കൂടെ ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾ മേടിച്ചു കുറച്ച് കിറ്റ് പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. എന്താണ് പിന്നെ ഉത്രാടപ്പാച്ചിലിന് പുറകെയാണ് എല്ലാവരും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വരുമ്പോൾ ഓരോ ഭക്ഷണശാലകളുടെയും പുറത്ത് ഈ വറുത്ത ഐറ്റംസ് വിൽക്കുന്ന കടകളുടെ ക്യൂ
ക്യൂ നീണ്ട ക്യൂ കേട്ടോ. ഒരു 25-30 പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അതെ, ഉപ്പേരി ഇപ്പോൾ ഒന്നാമത് വെളിച്ചെണ്ണയുടെ വില, എന്താണ് കാച്ചാനുള്ള അസൗകര്യം, ബുദ്ധിമുട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ശർക്കര വരട്ടിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ വലിയ ക്യൂ. ശരിക്കും ബാസിൽ തന്നെയാണ് കേട്ടോ. ഈ സ്റ്റുഡിയോയിലേക്ക് വരാനായിട്ട് എനിക്ക് 3/4 മണിക്കൂർ എടുത്തു. എന്താണെന്ന് വെച്ചാൽ റോഡിൽ ഭയങ്കര ബ്ലോക്കാ. കാരണം കുഴിയാണ്. അപ്പോൾ ഓരോ കുഴിയും താണ്ടി കുഴിയെണ്ണി ഇവിടെ എത്താൻ പറ്റുള്ളൂ. അത് ഓണായിട്ട് പോലും ആ കുഴികളൊന്നും അടച്ചിട്ടില്ല. അതിന് മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇപ്പോ ഉത്രാട ദിനത്തില് 10% ഓഫറാണ് ഈ സപ്ലൈകോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവര് അതിന് കൊടുത്തിരിക്കുന്ന ഒരു ടാഗ് ലൈൻ ഭയങ്കര രസകരമാണ്, ഹാപ്പി അവേഴ്സ്. ഹാപ്പി അവേഴ്സ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയധികം വിലക്കയറ്റമുള്ള ഒരു സാധാരണ മദ്യത്തിന്റെ ഒക്കെ ക്ലബുകളിലും അത് അവിടെയൊക്കെയാണ് മദ്യം വിൽക്കുന്ന ബാറുകളിലൊക്കെയാണ് ഹാപ്പി അവേഴ്സ്. രാത്രിക്ക് ഒരു സമയത്ത് കുറച്ച് കുറവോ അല്ലെങ്കിൽ പെഗ് കൂടുതലോ ഒക്കെ കൊടുക്കുക. അതാണ് ഹാപ്പി അവേഴ്സ് എന്ന് പറയുന്നത്. 10% വേണ്ടി ഇത്ര ഹാപ്പിനെസ് തോന്നേണ്ട ആവശ്യമുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാവാത്തതാണ് ഈ 10% എന്ന് പറയുന്നത്. സാധാരണക്കാരന് എന്ത് വ്യത്യാസമാണ് അതിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. മാത്രമല്ല മറ്റൊരു കാര്യം, കിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. കിറ്റ് ഇറക്കിയാണല്ലോ മഞ്ഞക്കാടുകാർക്ക് മാത്രമേ. അതെ, അത് അവർക്ക് പിങ്ക് കാർഡുകാർ എന്തെങ്കിലും അവര് വേണ്ടെന്നേ. അവർക്ക് സപ്ലൈകോയിൽ 10% മേടിക്കാമല്ലോ. ഈ 10% അറിയാലോ. എന്റെ മോളെ, ഞാനൊരു കൗൺസിലറാണ്. അർഹതപ്പെട്ട ആർക്കും തന്നെ ഇല്ല മഞ്ഞക്കാർഡ്. കാല് മുറിച്ച് കളഞ്ഞ ഒരു അദ്ദേഹം ഇരുന്ന് കരയാണ്. വൈറ്റ് കാർഡാണ് കൊടുത്തേക്കുന്നത്, നീല കാർഡ്, പിങ്ക് കാർഡ്. പിന്നെ ഇവർ പോയി എല്ലായിടത്തും പറഞ്ഞു നിൽക്കും, നിങ്ങൾ മഞ്ഞ കാർഡാക്കിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല കേട്ടോ, ബാങ്കിൽ നിന്ന് ലോണും കാര്യങ്ങളും വേണോ, ചികിത്സാ സഹായം വേണോ, ആഹാരം വേണോ കഴിക്കാനായിട്ട്. ഒരു കൗൺസിലർ നൽകിയ എത്ര പേരെ എന്നെ വിളിക്കുന്നത്, ചേച്ചി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരൂ. അപ്പം നമ്മൾ സിറ്റി റേഷനിങ് ഓഫീസറെ വിളിക്കുമ്പോൾ ഇന്ന ദിവസത്തിനുള്ളിൽ ഇന്ന ദിവസം വരെ നമ്മൾ ജനിച്ചപ്പം മുതലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകണം. നമ്മൾ ജനിച്ചപ്പം മുതലുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി വയസ്സായ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു വലിയ സർവേ. ഇപ്പം നമ്മുടെ വോട്ടിൻ്റെ നടക്കുന്നുണ്ടല്ലോ, ഈ വോട്ട് അനധികൃതമായിട്ട് ചേർത്തിരിക്കുന്നു, ഇതൊന്നും നടക്കട്ടെ. കഴിഞ്ഞ തവണ 5000 പേരൊക്കെയാണ് തൃപ്പൂണിത്തുറ ആ ഭാഗത്ത് അർഹതയില്ലാത്ത CPM-ന്റെ കേഡേഴ്സിന് ഈ എന്താണ് മഞ്ഞ കാർഡ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഞാൻ ചാലഞ്ച് ചെയ്തു. പക്ഷെ അവർക്ക് ലോണും കിട്ടും. അത് അവർക്ക് പിന്നെ എല്ലാം കിട്ടും. ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ച കാര്യമാണ്. കുമാരി എന്ന് പറഞ്ഞ് വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു ചേച്ചി എൻ്റെ ഡിവിഷനിലുണ്ട്. എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം എന്താ ചേച്ചി കാര്യം, മോളെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ ചെന്നപ്പോൾ ഇവർക്ക് പെൻഷനുണ്ട്, ക്ഷേമനിധി പെൻഷൻ. അപ്പോൾ 200 രൂപ കുറച്ചാണ് കൊടുത്തേക്കണം ഇത്തവണ. കൗൺസിലർ പറഞ്ഞാൽ ബാക്കി തരാമെന്ന്. അപ്പോൾ അവരുടെ കമ്മീഷൻ, വാട്ട് നോൺസെൻസ്. അല്ല, കൗൺസിലറിനോട് ചോദിച്ചാൽ മതി, കാര്യം പറയും എന്താണെന്ന്. നമ്മൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 2 മാസത്തെ പെൻഷൻ വന്നപ്പോൾ 400 രൂപ കുറഞ്ഞാൽ കൈ കൊണ്ട് കൊടുക്കുക. ഇതൊരു ദാന പദ്ധതിയാണ്, തൊഴിലുറപ്പ് പദ്ധതി, പുരുഷന്മാർക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി. 400 രൂപ. അയ്യോ, ഇത്രയും നമ്മളിരിക്കുന്ന ഇത്രയും സ്പേസിലാണ് അവരുടെ ആകെ വീട്. അതിൽ മകളുണ്ട്, ക്യാൻസർ പേഷ്യൻ്റായ മകളുടെ ഭർത്താവുണ്ട്, 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. മഴ കയറിയാണെങ്കിൽ അവിടെ തോണിയിട്ട് കളിക്കണം. അപ്പം അടുത്ത ഒരു ലോഡ്ജുകാർ ആ സമയത്ത് അവരുടെ കൊച്ചു കുഞ്ഞിനായിട്ട് അവിടെ നിൽക്കാൻ പറയും. അങ്ങനെ ജീവിക്കുന്ന അവരുടെ ആ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി കൗൺസിലർ പറയും എന്താ കാര്യമെന്ന്. എന്നോട് ആരും എന്താ കാര്യമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ കുറേ മാവേലിമാർക്ക് എന്താ പറയുന്നത് ഒരു ആഘോഷം എന്നല്ലാണ്ട് ഇപ്പം അതിനും വാടകയ്ക്ക് കിട്ടും കേട്ടോ. മാവേലിമാരെ വാടകയ്ക്ക് കിട്ടും. ഇപ്പോൾ ഈ 2024 നമ്മൾ സപ്ലൈകോയുടെ കാര്യം പറഞ്ഞല്ലോ. 2024 183 കോടിയുടെ വിൽപ്പനയായിരുന്നു. അതാണ് 319 കോടി എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് വളരെയധികം വിലക്കയറ്റമുണ്ട്. മാം ഇപ്പോൾ ചന്തയിലൊക്കെ പോയിട്ട് വന്നതാണല്ലോ. ഇപ്പം എല്ലാ സാധനങ്ങളും വാങ്ങിക്കട്ടെ. ഒരു സാധാരണക്കാരന് വാങ്ങാനില്ലാത്തത് കൊണ്ട് മാത്രം ഓണത്തിന് ഒരു പിടി അന്നം ഉണ്ണാനില്ലാത്തവർ നിരവധിയാണ് നമ്മുടെ സമൂഹത്തിൽ. അതെ, ഇല്ല. പലർക്കും സാധനം വാങ്ങാൻ വയ്യ. കാരണം ഒരു 500 ഒരു 1000 റുപ്യയും കൊണ്ട് പീടികയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒന്നുമില്ല, കിട്ടുന്ന ഒന്നുമില്ല. ഇത്തിരി വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചാൽ നടക്കുന്നില്ല. ഈ വെളിച്ചെണ്ണയുടെ വിലക്കുറവ് എത്ര നാളായിട്ടുണ്ട്. ഇത് പിടിച്ചു കെട്ടാനായിട്ട് യാതൊരു നീക്കവും ഈ സർക്കാർ ചെയ്തിട്ടില്ല. പിന്നെ ഇവർ ഇപ്പോ ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് 10% കുറഞ്ഞ് കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ള ഒരു മലയാളിയുടെ, ഒരു സാധാരണക്കാരന്റെ വിഷമതയെ ചൂഷണം ചെയ്യാനല്ലേ ഇപ്പൊ ഈ സപ്ലൈകോ. ഞാൻ അതിനെ വേറൊരു അർത്ഥത്തിൽ കാണുന്നു. ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ വെറും 2 months 2 മാസം കഴിഞ്ഞാൽ, ക്രിസ്മസ് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. മനുഷ്യർക്ക് വളരെ അരുണയുടെ ബുദ്ധിയാണ്.
എന്താണ് പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ഈ ഇതിന് ഓണത്തിന് 500 രൂപയുടെ വെളിച്ചെണ്ണ 390 രൂപയ്ക്ക് കിട്ടി, പിന്നെ പച്ചക്കറി ഇത്രയും വില കുറഞ്ഞ് കിട്ടി. അതിനു വേണ്ടി മാത്രം നടക്കുന്ന ഒരു കണ്ണുകെട്ടി കളിയാണ് ഈ നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് പിങ്ക് കാർഡ് ഹോൾഡേഴ്സിന് കൊടുക്കുന്നില്ല എന്നെനിക്ക് വളരെ സങ്കടമുണ്ട്, സംശയമുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കളിയുണ്ടോ എന്ന്. അതുപോലെ ഈ ഞാൻ പറഞ്ഞ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ എന്തിന് 400 രൂപ പിടിച്ചു വെച്ചു? അത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അതിന് വ്യക്തമായി തരണം. കാരണം കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്കറിയില്ല. അവരോട് പറഞ്ഞിരിക്കുന്നത് കൗൺസിലർമാർക്ക് അറിയാം എന്താ കാര്യം എന്ന്, അവരോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കൈ കൊണ്ട് കൊടുക്കുകയും മറ്റേ കൈ പുറകിൽ നിന്ന് ആ കയ്യിൽ നിന്ന് തന്നെ ഇപ്പോൾ കൗൺസിലർ കുറ്റവാളിയായി. അവരെന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, 400 രൂപയോടെ മോക്കറിയാമെന്നാ പറയുന്നത്, 400 രൂപയോടെയും ചോദിച്ചിട്ട്. അപ്പോൾ ഈ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് ഇലക്ഷൻ മുമ്പിൽ നടന്നുകൊണ്ട്. കിറ്റ് കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് 400 രൂപ മേടിച്ചു വയ്ക്കുന്നു, കൗൺസിലർമാരുടെ തലയിലേക്ക് അതിൻ്റെ കുറ്റം കയറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സപ്ലൈകോയുടെ ഇതിൽ ഓണത്തിന് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല. ആ ഷോർട്ട് ലിവ്ഡ് മെമ്മറി 1.5 മാസത്തിനുള്ള ഇലക്ഷൻ അനൗൺസ്ഡ് ആവും. അപ്പോൾ ഞങ്ങൾ ഇത്രയും വില കുറഞ്ഞ് തന്നില്ലേ, ഇത്രയും വിറ്റുവരവ് നടത്തിയില്ലേ? എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എല്ലാ തൊഴിലാളികളെയും കൊണ്ട് നിർത്തിയിട്ടാണ് ഈ ജാഥ സെമിനാറൊക്കെ ഇവർ വിജയിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീക്കാർ, അല്ലെങ്കിൽ നാളെ മുതൽ വരണ്ടെന്ന് പറയും. അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും സപ്ലൈകോയിൽ പോയി മേടിച്ച് അതിൻ്റെ കൂപ്പൺ കാണിച്ചില്ലെങ്കിൽ നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്നും. അവർ ദേ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. അവരുടെ കളികൾ വേറെയാണ്, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ കളിക്കുന്ന ആൾക്കാരാണ്. ഒരു ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ എന്തായാലും ഓണത്തിലേക്ക് നമ്മൾ വളരെ ഹാപ്പി മൂഡിൽ പോകുമ്പോൾ അത് പറയണ്ട, ഉത്രാടത്തിൻ്റെ കാര്യങ്ങൾ തന്നെ പറയാം. ഒരു 2 മിനിറ്റ് കൊടുത്തൊരു ഉത്രാടത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഉത്രാട കോടി എന്നാണ് പറഞ്ഞിരുന്നത്, അറിയാമോ? ഉത്രാടത്തിൻ്റെ അന്നത്ര നമ്മൾ കോടി കൊടുക്കുക. അതുപോലെ നമ്മൾ ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ ആൾക്കാർ കുറച്ച് എന്താണ് ആളുകൾ വന്ന് കൈകൊട്ടി ഇങ്ങനെ പാട്ടും കൈകൊട്ടിയൊക്കെ ഇതൊക്കെ നടക്കും. പൈസ ഒന്നും മേടിക്കാണ്ട് തിരിച്ചു പോകത്രേ. അവർ കളിമണ്ണിലുണ്ടാക്കിയ നമ്മളുടെ ആട്ടുകല്ല്, അമ്മിക്കല്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അവർ ഉത്രാടത്തിന് തിരിച്ചു വരുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മളപ്പോൾ അവരൊക്കെ അരി, പച്ച ഇത് എന്താണ് നമ്മുടെ ഇത് ബനാന, പച്ചക്കായ എന്താണ്, അതുപോലെ പപ്പടം, വെളിച്ചെണ്ണ, ഇത്രയും നമ്മൾ കൊടുക്കണം അന്ന്. അതായിരുന്നു ഓണത്തിൻ്റെ ഒരു വലിയ ചടങ്ങായിട്ട് നടത്തിയിരുന്നത്. ഓണത്തിൻ്റെ അന്ന് നമ്മൾ ഇടാൻ തുടങ്ങുന്ന പൂക്കളം ചാണകം മെഴുകിയിട്ടാണ് ഇട്ടിരുന്നൊരു ഇത് വെച്ചിട്ട് ഉത്രാടം വരെ നമ്മളിടും. ഉത്രാടം കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് ഇടുന്നില്ല. ഓണത്തിന് നമ്മൾ ഇത് മഹാബലി ആനയിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആറപ്പയെന്ന് വിളിച്ച് ആനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാമനൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ തിറ കെട്ടി അങ്ങനെ വെച്ച് ആദരിച്ചുകൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന അടയാണ്. അടയൊക്കെ നേരത്തെ നിവേദ്യമായിട്ട് ചെറിയ കൊഴുക്കട്ട നിവേദിച്ച് വെച്ചിട്ട് കുരുത്തോലയും തുമ്പപ്പൂവൊക്കെ ഇട്ട് ആദരിച്ചു കൊണ്ട് വന്നാണ് അദ്ദേഹത്തിനെ ഇതിലിട്ടുന്ന ഒരു ഇലയിൽ ആണ് വയ്ക്കുന്നത്. മുമ്പിൽ കിഴക്കോട്ട് തിരിച്ചിട്ട് ഇലയിൽ വെച്ചാണ് അവിടെ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വരുന്നത്. ഇതൊക്കെ 93 വയസ്സുവരെ അമ്മൂമ്മ എനിക്ക് ഇപ്പോൾ പറഞ്ഞു തന്നതാണ്. ഞാൻ അമ്മൂമ്മയുടെ വീട്ടിൽ പോയപ്പോൾ പഴയ പായസം പാല് കുറുക്കി ഉണ്ടാക്കി, അല്ലാണ്ട് ഇപ്പോഴത്തെ മിൽക്ക് മെയ്ഡല്ല കേട്ടോ. അമ്മൂമ്മ എന്നെ കൈകൊണ്ട് 4 മുറിച്ചുണ്ടാക്കി ഉപ്പേരി, കൊതി വരുന്നുണ്ടല്ലേ, അതൊക്കെ കഴിച്ചിട്ട് ഞാനിപ്പോൾ വന്നപ്പോൾ അതും കൂടി ഒന്ന് നമ്മുടെ പുതിയ ജനറേഷൻ ഇതൊന്നും അറിയില്ല. ചാണകം കൈകൊണ്ട് തൊടുവോ? അതാ ചാണകമിട്ട് മെഴുകി. എനിക്ക് ഞങ്ങളൊക്കെ മെഴുകിയിട്ടുണ്ട്, ചാണകമിട്ട് മെഴുകിയതിൽ. അപ്പോൾ ഓണത്തിൻ്റെ ഇതെന്ന് പറയുന്ന പഴയ കാലത്ത് എല്ലാവരും കൂടി ഇരുന്ന് നിലത്തിരുന്ന് പായ വിരിച്ച്, ഇപ്പോൾ ഓണസദ്യക്കൊക്കെ ഒരേ ടേസ്റ്റാണ്, എല്ലാവരും ഒരേ സ്ഥലത്ത് ഓർഡർ ചെയ്യുന്നത്. ഇന്ന് മുതൽ ക്യൂ തുടങ്ങുന്നു തോന്നുന്നു. ഫ്രിഡ്ജ് വെച്ചാലും അയ്യോ പിന്നെ കണ്ടു 2000 രൂപയ്ക്ക് ഒരു കൊല്ലം ഇരിക്കുന്ന ഓണസദ്യ. അത് നമ്മൾ ചൂടാക്കിയാൽ മതി. ഇത്രേ എല്ലാം ഉണ്ട്, ഫുൾ ഓണസദ്യ ഉണ്ട്. 2000 രൂപ, ഒരു കൊല്ലം അത് ചീത്തയാവാണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇൻസ്റ്റാമാർട്ട് പോലെ നമുക്ക് ഇൻസ്റ്റൻ്റായി കിട്ടുന്നുണ്ടെങ്കിലും പണ്ടത്തെ ഒരു രസം, അതൊരു രസം തന്നെയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.